കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തുകൂടി ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ലക്ഷ്യം ബീച്ചായിരിക്കും. മനസ്സിലൊരു മാറ്റം വേണം. നിധിയുടെ കണ്ണുകളിൽ വലിയൊരു ആവേശമുണ്ടായിരുന്നു. സുധീഷും സുഭാഷും നികേഷും യാത്രയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ്. അപ്പോഴാണ് നിധിയുടെ മനസ്സിൽ ആ ചോദ്യം വന്നത്. അതെ, നമുക്ക് അച്ഛനും കൂടെ കൂടെ കൊണ്ടുപോയാലോ? നിധിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സുധീഷിന്റെയും നികേഷിന്റെയും മുഖത്തെ സന്തോഷം പെട്ടെന്നങ്ങ് മാഞ്ഞു. അവർ പരസ്പരം നോക്കി. വേണ്ട, അതിന്റെ യാതൊരുവിധ ആവശ്യമില്ല. സുധീഷ് അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അച്ഛനെ കൊണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും. എവിടെ ചെന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കുക എന്ന് അച്ഛനൊരു ശീലാണല്ലോ. നികേഷും അതിനെ ശരിവെച്ചു. സുധീഷ് പറഞ്ഞതാ നിധിയെടുത്തി സത്യം. വെറുതെ നമ്മുടെ സമാധാനം കളയാൻ എന്തിനാ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? പക്ഷേ നിധിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? നമ്മളെല്ലാവരുടെയും കൂടെ സന്തോഷത്തോടു കൂടെ പുറത്തു പോവാൻ അച്ഛന് മാത്രം വീട്ടിൽ ഒറ്റക്കാക്കുന്നത് വല്ലാത്ത സങ്കടമുള്ള കാര്യമല്ലേ? അച്ഛൻ എന്ത് വിചാരിക്കും? സുഭാഷ് ശാന്തമായി നിധിയെ നോക്കി പറഞ്ഞു. അത് വേണോ മോളെ? നമുക്ക് തന്നെ പോയിട്ട് വന്നാ പോരെ? അച്ഛൻ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏയ്, അതെങ്ങനെയാ സുഭാഷേട്ടാ ശരിയാവുന്നത്? ഞാൻ പോയി അച്ഛനൊന്ന് വിളിച്ചു നോക്കാം. അച്ഛൻ വരട്ടെ. നിധി വിടാൻ ഭാവമില്ലായിരുന്നു. വേണ്ട നിധിയേട്ടത്തി, അതൊട്ടും ശരിയാവില്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നികേഷ് വീണ്ടും തടയാൻ ശ്രമിച്ചു. നിങ്ങൾ പോയി റെഡിയാവാൻ നോക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിധി നേരെ അകത്തേക്ക് നടന്നു. മുറിയിലേക്ക് ചെന്നപ്പോൾ ഭാസ്കരൻ വലിയ ആവേശത്തിൽ മുകളിലേക്ക് നോക്കി എന്തോ പഴയ പാട്ടും പാടിയിരിക്കുകയായിരുന്നു. നിധി പതുക്കെ വാതിൽക്കൽ വന്നു നിന്നു. തന്റെ സാന്നിധ്യം അറിയിക്കാനായി അവളൊന്ന് ഉറക്കെ ചുമച്ചു. പെട്ടെന്ന് പാട്ട് നിർത്തിയിട്ട് ഭാസ്കരൻ തിരിഞ്ഞു നോക്കി. എന്താ കൊച്ചേ? ഒരു കുത്തിയുള്ള ചുമയൊക്കെ എന്തു പറ്റി? ഏയ്, അതൊന്നുമില്ലാച്ച, ഞങ്ങൾ ബീച്ചിലേക്ക് പോവാണ്. അച്ഛൻ വരുന്നോ ഞങ്ങളുടെ കൂടെ? നിധി ചോദിച്ചു. ഭാസ്കരന്റെ കണ്ണുകൾ വിടർന്നു. അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത്, ബീച്ചിലേക്കോ? കടല് കാണാനോ? അതിന് ഞാൻ വരാനായിട്ട് അവരൊക്കെ സമ്മതിച്ചോ? ആര്? അല്ല, സുഭാഷും സുധീഷും നികേഷും ഒക്കെ സമ്മതിച്ചോ എന്ന്? ഭാസ്കരൻ അവരുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. അവരൊക്കെ പോന്നോളാൻ പറഞ്ഞു. അതല്ലേ ഞാനിങ്ങോട്ടേക്ക് വന്നത്. നിധി ഒരു ചെറിയ കള്ളമങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാസ്കരന്റെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. അതെന്ത് ചോദ്യാ കൊച്ചേ? അങ്ങനെ അവർ പോന്നോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴോ വന്നതെന്ന് ചോദിച്ചാൽ മതിയല്ലോ. ദേ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ പോയി റെഡിയായിട്ട് വരാം. എൻ്റെ അടുത്ത കളിയെന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ പെട്ടെന്ന് ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് ഓടി. നിധി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ നികേഷ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദേ നിധിയെടുത്തി, ഇതൊക്കെ ഒരു പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അച്ഛനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് എവിടെയെങ്കിലും വെച്ച് അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ വെറുതെ ഈ നല്ലൊരു യാത്ര കുളമാവും. അതൊന്നും സാരില്ല നികേഷേ, അച്ഛനും കൂടെ വരട്ടെ. നിധി അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ബീച്ചിലേക്ക് തിരിച്ചു. ഇതേ സമയം ഹരീഷ് ബീച്ചിലേക്കുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നില്ല. അയാൾക്ക് ഒരു കസ്റ്റമർ ബൈക്ക് പണിത് കൊടുക്കാനുണ്ടായിരുന്നു. ഗ്രീസും ഓയിലും പുരട്ടേണ്ട കൈകളുമായി വർക്ക്ഷോപ്പിൽ വണ്ടിയുടെ എഞ്ചിൻ അഴിച്ച് പണിയുന്നതിന്റെ തിരക്കിലായിരുന്നു ഹരീഷ്. അവന്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് നീതു കയറി വന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും കെട്ടിപ്പണിഞ്ഞു നിന്ന് കിടപ്പുന്നുണ്ടായിരുന്നു. ഹരീഷ് അവളെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് തന്റെ പണികൾ തുടർന്നു. സ്പാനർ വെച്ച് ബോട്ടുകൾ മുറുക്കുന്നിടയിൽ അവൻ മുഖം തിരിച്ചു പിടിച്ചു. നീതുവിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്താ ഹരീഷേട്ടാ ഇത്? ഞാൻ വന്നിട്ട് എത്ര നേരമായി എന്നൊക്കെ ചോദിച്ച് എന്നൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ഹരീഷ് പണി നിർത്താതെ തന്നെ പറഞ്ഞു. ഓ, എന്ത് മൈൻഡ് ചെയ്യാനാ? ഹാ, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ. അല്ല, ഹരീഷേട്ടൻ എന്താ ആ സുധീഷേട്ടൻ്റെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കിയത്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? ഞങ്ങളുടെ വീടിനെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ ഞങ്ങളുടെ വീടിനെയാണോ ഹരീഷേട്ട് സ്നേഹിച്ചത്? നീതുവിൻ്റെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഹരീഷിന്റെ നിയന്ത്രണം വിട്ടു. കയ്യിലിരുന്ന സ്പാനർ അങ്ങ് താഴേക്ക് അവൻ വെച്ച് എഴുന്നേറ്റു. വീടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞതെന്നറിയോ? സുധീഷേട്ടനും കുറെ ചീത്ത പറഞ്ഞു എന്ന് സത്യം തന്നെയാണ്. പക്ഷേ നിന്റെ അച്ഛനും അമ്മയും നിന്റെ സഹോദരനൊക്കെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ആദ്യം ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത് ആരാണ്? നിന്റെ സഹോദരൻ തന്നെയല്ലേ. ഞങ്ങളുടെ വീട് കൊള്ളത്തില്ല, അതൊരു വീടാണോ, മനുഷ്യൻ താമസിക്കുന്ന വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹരീഷ് ഒന്ന് നിർത്തി. പിന്നെ ദേഷ്യത്തോട് തുടർന്നു. എടി, നിന്റെ വീട് നിന്റെ സ്വന്തം വീട് പോലുമല്ല, അതൊരു വാടക വീടല്ലേ. അത്രയും ചെറിയൊരു വാടക വീട്ടിൽ താമസിച്ചിട്ടാണോ നീ മറ്റുള്ളവരെ വീടിനെ എങ്ങനെ കുറ്റം പറയുന്നത്? നീതു കണ്ണുനീര് തുടച്ചു. അയ്യോ, അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞതിന്റെ അർത്ഥം സുധീഷേട്ടന് മനസ്സിലായി കാണത്തില്ല. അതെ, സുധീഷേട്ടന് നന്നായിട്ട് മനസ്സിലായിട്ട് തന്നെയാ പുള്ളി പറഞ്ഞത്. ഞങ്ങളുടെ വീടിനെ കുറിച്ച് ചെറുതായി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് കൊള്ളത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ലേ നിന്റെ അച്ഛനും അമ്മയൊക്കെ സഹോദരനൊക്കെ സംസാരിച്ചത്. അതുകൊണ്ടാണ് സുധീഷ് നിങ്ങളുടെ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞേ. ഹരീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ ഹരീഷേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്താ ഉദ്ദേശിച്ചതെന്നറിയാമോ? വീടിന്റെ വലിപ്പത്തിലുള്ള കാര്യം, അവിടെ താമസിക്കുന്ന ആൾക്കാരെ കുറിച്ചാ പറഞ്ഞത്. നിങ്ങളുടെ വീടിനെ കുറിച്ച് ആർക്കെങ്കിലും നല്ലൊരു അഭിപ്രായമുണ്ടോ? നല്ലൊരു വീടാണെന്ന് ആരെങ്കിലും പറയുമോ? ഓ, അപ്പോൾ അതായിരിക്കും കാര്യമല്ലേ. അതെ, ഞങ്ങളുടെ വീടിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വീട് എന്താണെന്നും ഏതാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.
നാട്ടുകാരല്ല ഞങ്ങളുടെ വീടിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. പിന്നെ നീ ഇപ്പോൾ ഇത്ര വലിയ വാചകമടിക്കാൻ വരുന്നുണ്ടല്ലോ. നിന്റെ വീട്ടിലെന്താ? നിന്റെ ആങ്ങൾക്ക് വലിയൊരു ജോലിയും കൂലിയും വല്ലതുമുണ്ടോ? അവൻ ചുമ്മാ നാടുനീളെ തെണ്ടി തിരിഞ്ഞ് നടക്കുവല്ലേ. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന അവൻ 5 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഒരു വരുമാനം പോലും അവനില്ല. എന്നിട്ടാണോ അവൻ ഞങ്ങളെ വന്ന് കുറ്റപ്പെടുത്തി വാചകമടിക്കുന്നത്? ആ സമയത്ത് ഞാൻ ആ വീട്ടിലില്ലാതെ പോയി. അല്ലാതിരുന്നുവെങ്കിൽ അവനെ ഞാനങ്ങ് ശരിയാക്കി വിട്ടേനെ. നീതുവിന് സങ്കടം സഹിക്കാനായില്ല. അപ്പോൾ കുറ്റം മുഴുവൻ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരുടെ കയ്യിലാണല്ലേ? അതെ, ഞാൻ അങ്ങോട്ടേക്ക് പ്രശ്നമുണ്ടാക്കാൻ വന്നായിരുന്നോ? ഇല്ലല്ലോ. ഞാൻ സുധീഷ് ചേട്ടനെയും കൂട്ടി രണ്ടാമത് അങ്ങോട്ടേക്ക് വന്നത് എന്തുകൊണ്ടാ? നിന്റെ വീട്ടുകാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അല്ലെങ്കിലും എനിക്കറിയാം എങ്ങനെയൊക്കെ തേനെ വരത്തുള്ളൂ എന്ന്. അപ്പോൾ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ. അവളുടെ ശബ്ദം ഇങ്ങനെ ഇടറുന്നുണ്ടായിരുന്നു. അതിന് നിന്നോട് സ്നേഹമില്ലെന്നോ ഇഷ്ടമില്ലെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഹരീഷ് സ്വരം അല്പമൊന്ന് താഴ്ത്തി പറഞ്ഞു. എനിക്ക് മനസ്സിലായി. സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഹരീഷേട്ടൻ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ലായിരുന്നു. ഒടുവിൽ 1-2 പറഞ്ഞ് ആ ഒരു തർക്കം വലിയൊരു വഴിയിലേക്കങ്ങ് മാറി. ഹരീഷിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ അലറി, ഇതാ പറഞ്ഞത് പുല്ല്. ഈ പ്രേമവും അണ്ണാകട്ടയും ഒന്നും എനിക്ക് വേണ്ട എന്ന്. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് പോയി തരാവോ? എന്ന് നിന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം. സ്വസ്ഥത എന്താ, സമാധാനം എന്താന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്തിരി സമാധാനത്തോടു കൂടി ഒരു വണ്ടി പണിയാമെന്ന് കരുതിയപ്പോൾ അപ്പോൾ തുടങ്ങി ഓരോന്നൊക്കെ ആയിട്ട്. ഓ, അപ്പോൾ ഹരീഷേട്ടൻ്റെ സ്വസ്ഥത സമാധാനമൊക്കെ കളയുന്നത് ഞാനാണല്ലേ? അല്ലാതെ പിന്നെ ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എത്ര സമാധാനത്തോടെ നടന്നുകൊണ്ടിരുന്നതാ. നീ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം എൻ്റെ വീട്ടുകാർക്ക് മുഴുവൻ കുറ്റം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി. എനിക്കൊരു നിർബന്ധവുമില്ല നിന്നെ കല്യാണം കഴിക്കണമെന്ന്. ഓ, ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ? അപ്പോൾ ഹരീഷേട്ടൻ എന്നെ വേണ്ട. ശരി. അവളുടെ നെഞ്ചാകെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ട, എങ്ങോട്ടെങ്കിലും നീ പോയിക്കോ. ഹരീഷ് ദേഷ്യത്തോടെ മുഖം തിരിച്ചു. കണ്ണീരോടെ ഹൃദയം തകർന്നുകൊണ്ട് നീതു നേരെ വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന ഹരീഷിന് വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു. സ്പാനർ ദേഷ്യത്തോട് വലിച്ചെറിഞ്ഞ് അവൻ തലയിലിങ്ങനെ കൈവച്ചിരുന്നു പോയി. വർക്ക്ഷോപ്പിലെ സങ്കടങ്ങൾക്കിടയിലും ബീച്ചിൽ സന്തോഷത്തിന്റെ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ടായിരുന്നു. സുധീഷും സുഭാഷും നിധിയും നികേഷും ഭാസ്കരനൊക്കെ ബീച്ചിലേക്കെത്തി. വിശാലമായ കടൽ കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഭാരങ്ങളിങ്ങനെ ഒഴിഞ്ഞു പോയതുപോലെ തോന്നി. തണുത്ത കാറ്റും തിരമാലകളുടെ ഇരുമ്പലും ആ സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കി. ഒരു കടല വിൽപ്പനക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു. നികേഷ് ഉടനെ സുഭാഷിനോട് ചോദിച്ചു, സുഭാഷേട്ടാ, ഇത്തിരി കടല വാങ്ങിത്തായോ? സുഭാഷ് കയ്യിലിരുന്ന ആ ഒരു കവർ കാണിച്ചു. എടാ, അതൊക്കെ ഇതിനകത്തുണ്ട്. കഴിക്കാനുള്ളതെല്ലാം തന്നെ ഞാൻ വീട്ടിൽ നിന്നും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. വാങ്ങിച്ചു കൊടുക്കു സുഭാഷേട്ടാ, അവിടെ നിന്നൊന്നും കഴിക്കാമല്ലോ. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി സുഭാഷ് ആ ഒരു കടല വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു. കടലയും കുറിച്ച് സംസാരിക്കുന്നതിനിടെ തന്നെ കടലിലെ തിരമാലകൾ നിധിയെ മാടി വിളിച്ച്, എനിക്ക് ആ വെള്ളത്തിലൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, നിധി ആവേശത്തോടെ പറഞ്ഞു. സുഭാഷിന് അല്പം പേടിയുണ്ടായിരുന്നു. വേണ്ട വേണ്ട മോളെ, എനിക്ക് പേടിയാണ്. വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ വലിയ തിരമാലകളൊക്കെ വരും. അത് അപകടമാണ്. അതൊന്നും സാരമില്ല സുഭാഷേട്ടാ, ഞാൻ വെറുതെ ഈ തീരത്ത് നിന്ന് കാലൊന്ന് നനച്ചാൽ മാത്രം മതി എനിക്ക്, നിധി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. സുധീഷ് അവളെ പിന്തുണച്ചു. അതെ, ഇവിടെ വരെ വന്നിട്ട് ഒന്ന് വെറുതെ ഇരുന്ന് കാഴ്ച കാണാനാണോ? വാ. അവൻ നികേഷിനെയും നിധിയെയും കൂട്ടി തീരത്തേക്ക് നേരെ പോയി നടന്നു. വെള്ളത്തിൽ കാല് നനച്ച് തിരമാലകൾ വരുന്നത് കണ്ടപ്പോൾ അവർ തുള്ളിച്ചാടി. സുഭാഷ് ദൂരെ നിന്ന് നിലവിളിച്ചു പറഞ്ഞു, ആ പാൻറ് ഇച്ചിരി കയറ്റി വെക്ക് സുധീഷെ, മൊത്തം നനയണ്ട. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നികേഷ് സുഭാഷിനെയും അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് പോയി. അവരെല്ലാവരും ചേർന്ന് വെള്ളത്തിൽ നിന്ന് കളിച്ചു. ഫോണിൽ ഒരുപാടധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇതെല്ലാം കണ്ട് ആരും അറിയാതെ ഭാസ്കരൻ തീരത്തൊരൽപ്പം മാറിയിരിക്കുന്നുണ്ടായിരുന്നു. അല്പനേരത്തിന് ശേഷം സുഭാഷ് ശ്രദ്ധിച്ചത് സുധീഷിനെയും നിധിയെയുമാണ്. അവർ രണ്ടുപേരും വലിയ സന്തോഷത്തിലായിരുന്നു. പരസ്പരം വെള്ളം തെറിപ്പിച്ചും ചിരിച്ചും അവർ ആ നിമിഷങ്ങൾ ആസ്വദിക്കാണ്. സുഭാഷിന് കാര്യം മനസ്സിലായി. അവൻ പതിയെ നികേഷിന്റെ കൈക്ക് പിടിച്ചു വലിച്ചു. ഇങ്ങോട്ടേക്ക് വാടാ, സുഭാഷ് പറഞ്ഞു. എന്താ സുഭാഷേട്ടാ, ഞാൻ ഇത്തിരി കൂടി വെള്ളത്തിൽ നിൽക്കട്ടെ, നികേഷ് പറഞ്ഞു. അതെ, അവർ കണ്ടോ, അവർ എൻജോയ് ചെയ്യുന്നത് കണ്ടോ. നമ്മൾ അവിടെ മാറിയിരുന്ന കുറച്ചു സമയം അവർക്കൊരു പ്രൈവസി കൊടുക്കാം. സുഭാഷ് അവനെ കൂട്ടി തീരത്തേക്ക് നടന്നു. അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. നികേഷ് ചിരിച്ചുകൊണ്ട് ഒപ്പം നടന്നു. അവർ തിരികെ വരുമ്പോഴാണ് ഭാസ്കരനെ കാണുന്നത്. പുള്ളി അവിടെ ഇരുന്ന് സുഖമായി ഇങ്ങനെ ബീഡി വലിക്കാണ്. അച്ഛൻ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? പൊതുസ്ഥലത്ത് വന്ന് ഇങ്ങനെ ബീഡി വലിക്കുന്നത് ശരിയല്ല. പോലീസുകാർ വല്ലതും കണ്ടാൽ പിടിച്ചുകൊണ്ട് പോവും, സുഭാഷ് ശാസിച്ചു. ഓ പിന്നെ, ബീഡി വലിച്ചു എന്ന് കരുതി പോലീസ് പിടിക്കാനൊന്നും വരില്ല. നീ പോടാ അവിടുന്ന്, ഭാസ്കരൻ പുച്ഛിച്ചു തള്ളി. എങ്കിലും പിറുപിറുത്തുകൊണ്ട് അയാൾ അവിടെ അല്പം മാറി നിന്നു. കടൽ തീരത്ത് പെട്ടെന്ന് വലിയൊരു തിരമാല അടിച്ചു കയറി. വെള്ളം ദേഹത്തേക്ക് വീഴാതിരിക്കാൻ നിധി വേഗത്തിൽ തന്നെ പിന്നിലേക്കോടി. അവൾ ചെന്ന് നിന്നത് സുധീഷിന്റെ അടുത്തേക്കാണ്. അവളുടെ കൈകൾ അറിയാതെ സുധീഷിന്റെ കൈകളിൽ അങ്ങ് മുറുകെ പിടിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. സുധീഷിന്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം അലയടിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യയാണ്, താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് കൂടെയുള്ളത് എന്ന ചിന്ത അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഒരു കാര്യം ചെയ്യാം, സുധീഷ് അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ഇവിടെ വലിയ തിരമാലയാ, നമുക്ക് ഇത്തിരി അപ്പുറത്തേക്ക് മാറിപ്പോവാം. അവിടെ ചെറിയ തിരമാലകളാ ഉള്ളത്.
അതിനെന്താ, പോവാമെന്ന് നിധി സമ്മതിച്ചു. അവർ രണ്ടുപേരും കുറച്ചുകൂടി ശാന്തമായൊരിടത്തേക്ക് മാറി നടന്നു. ദൂരെ നിന്ന് ഇത് കണ്ട് സുഭാഷും നികേഷും ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അവരുടെ ആ ഒരു സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. പെട്ടെന്ന് തന്നെ ഭാസ്കരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുധീഷിനെയും നിധിയെയും ഇടയിലേക്ക് അയാൾ കയറി വന്നു. എന്റെ മോളെ, ഇതൊക്കെ വല്ല കടലാണോ? ഭാസ്കരൻ വലിയ കാര്യത്തിൽ ചോദിച്ചു. ഞാൻ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് എത്ര കടൽ കണ്ടിരിക്കുന്നു. ഗുജറാത്തിലേക്കൊക്കെ പോകുന്ന സമയത്തിന് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എത്ര വലിയ തിരമാലകളാണെന്നറിയാമോ അവിടേക്ക്. സുധീഷിന് ദേഷ്യം ഇരിച്ചു കയറി. ഇത്തിരി നേരെ സ്വസ്ഥമായൊന്ന് സംസാരിക്കാൻ കിട്ടിയ സമയമായിരുന്നു. അച്ഛൻ്റെ ഒരു ഗുജറാത്ത് പുരാണം. നിധി പക്ഷേ വളരെ കൗതുകത്തോടെ ചോദിച്ചു. അതേ അച്ഛാ, അച്ഛൻ ഈ ഓട്ടം പോകുന്ന സമയത്ത് കടലൊക്കെ കാണാൻ പറ്റുമോ? പിന്നല്ലാതെ നമ്മൾ ലോങ് പോകുന്ന സമയത്ത് ചിലപ്പോൾ 5-6 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യുന്ന സമയത്തിന് ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും. ഭാസ്കരൻ വാചാലനായി. ദൈവമേ, അച്ഛനൊന്ന് പോയി തരുന്നെങ്കിൽ എന്ന് സുധീഷ് ഇങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ഭാഗ്യത്തിന് സുഭാഷ് ആ രംഗം ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ നികേഷിനെ തട്ടി വിളിച്ച്, എടാ നീ ഒന്ന് വന്നേ, അച്ഛനെ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയും. സുഭാഷ് വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്ന് ഭാസ്കരന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ. എന്താടാ എന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത്? ഭാസ്കരൻ അമ്പരന്നു. ഒരു കാര്യം പറയാനായിട്ടാണ്. ഇങ്ങോട്ടേക്ക് വാ അച്ഛാ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അച്ഛൻ പോയി കയറേണ്ട കാര്യമുണ്ടോ? അവർ കുറച്ച് സമയമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കട്ടെ. ഓ പിന്നെ, വീട്ടിൽ കിട്ടാത്ത സംസാരമൊന്നുമല്ലല്ലോ ഇത്. ഭാസ്കരൻ പിറുപിറുത്തുകൊണ്ട് സുഭാഷിനൊപ്പം നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നിധിക്ക് ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ മടുത്തു സുധീഷേ, നമുക്ക് ഇവിടെ നിന്നും ഇത്തിരി സമയം ഇരിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും തീരത്തെ മണലിൽ പോയിരുന്നു. സുധീഷ് തന്റെ ഫോണെടുത്ത് സോഷ്യൽ മീഡിയ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ ഒരു കാഴ്ച കണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരെക്കുറിച്ച് വീഡിയോസും ഒരു ചെറിയ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. നിധി, ദേ ഇത് നോക്കിക്കേ. സുധീഷ് ആവേശത്തോടെ ആ ഒരു ഫോൺ അവൾക്ക് നേരെ നീട്ടി. കണ്ടില്ലേ, 10 ലക്ഷം പോരാ. കണ്ടില്ലേ, 10 ലക്ഷം പേരാ ഇത് കണ്ടിരിക്കുന്നത്. 1 മില്യൺ വ്യൂസ്. ഓരോരുത്തരുടെ കമന്റ് കണ്ടോ? നല്ല കപ്പിൾസ്, നല്ല ജോഡിയ എന്നൊക്കെ പറഞ്ഞിട്ട്. നിധിക്ക് വിശ്വസിക്കാനായില്ല. സത്യമാണ് സുധീഷ് ഈ പറയുന്നത്? എനിക്കൊന്ന് നോക്കാൻ തായോ. അവൾ സന്തോഷത്തോടെ ഫോൺ വാങ്ങി ആ വീഡിയോസും കമന്റൊക്കെ നോക്കി. പിന്നല്ലാതെ, നമ്മളിപ്പോ ഫേമസ് അല്ലേ? സുധീഷ് അഭിമാനത്തോടെ പറഞ്ഞു. ആ നിമിഷം അവരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. സമയമെല്ലാം എങ്ങനെ കടന്നുപോയി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായി. അപ്പോഴാണ് സുഭാഷ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചത്. എടാ നികേഷേ, അച്ഛനെ കാണുന്നില്ലല്ലോ. സുഭാഷിന്റെ ശബ്ദത്തിൽ ചെറിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. നികേഷ് ചുറ്റും നോക്കി. ഓ, അച്ഛൻ അപ്പുറത്തെങ്ങാനും മാറി നിൽക്കുന്നുണ്ടാവും സുഭാഷേട്ടാ. എടാ, അങ്ങോട്ടേക്ക് ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്ന സമയത്ത് അച്ഛനെ അന്വേഷിച്ച് പോവേണ്ടി വരുമല്ലോ. എന്റെ സുഭാഷേട്ടാ, അച്ഛൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. ഗുജറാത്തിലും ഒറീസയിലൊക്കെ ആയിട്ട് കടൽ തീരത്തൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ. എല്ലായിടത്തും ഓട്ടം പോകുന്നതല്ലേ. വീട്ടിലേക്ക് വരാനുള്ള വഴിയൊക്കെ അച്ഛൻ അറിയാം. അച്ഛൻ വന്നോളൂ, നികേഷ് വളരെ കൂളായി പറഞ്ഞു. എങ്കിലും സുഭാഷിന് ടെൻഷൻ മാറുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും ദൂരത്തേക്ക് കണ്ണു നട്ടിരുന്നു. അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. ദൂരെ നിന്ന് കാക്കി യൂണിഫോം ഇട്ട കുറച്ച് പോലീസുകാർ അവർക്കരികിലേക്ക് വന്നു. സൂക്ഷിച്ചു നോക്കി സുഭാഷിന്റെയും നികേഷിന്റെയും നെഞ്ചിരിപ്പ് നിന്നുപോയി. ആ പോലീസുകാരുടെ നടുവിൽ അവർ പിടിച്ചോണ്ടുവരുന്നത് സാക്ഷാൽ ഭാസ്കരനെയായിരുന്നു. നിധിയും സുധീഷും ആ കാഴ്ച കണ്ട് ആകങ്ങനെ ഞെട്ടിത്തേച്ചു പോവാണ്. എന്താ സംഭവമെന്ന് അവർക്കാർക്കൊന്നിനെ ഒരു പിടിയുമില്ലായിരുന്നു. യാതൊരു വിധ പ്രശ്നവുമില്ലാതെ നടന്നിരുന്ന ആ ഒരു യാത്രയുടെ അവസാനം അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ഭയവും അമ്പരപ്പും നിറഞ്ഞു നിന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാതെ അവരെങ്ങനെ ആകെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.